എന്തുകൊണ്ട് മുസ്ലിം മതത്തിലെ ചില സംഘടനകൾ മാത്രം ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത്? സുന്നി മുജാഹിദീൻ വിസ്ഡം സ്റ്റുഡൻസ് പോലുള്ള സംഘടനകളാണ് ഇപ്പോൾ പ്രധാനമായും രംഗത്തുള്ളത്. അവരുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകി ഡാൻസ് കളിക്കുന്നതാണ്. അവർ പറയുന്ന പ്രധാന കാരണം സ്ത്രീ പുരുഷ സങ്കലനത്തിന് ഒരു പരിധിയുണ്ട് എല്ലാ കാര്യത്തിനും എന്നാണ്. എങ്ങനെയാണ് ഇത് സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെ പരിധി ലംഘിക്കുന്നത്? ഈ രണ്ട് സംഘടനകളും മതത്തിന്റെ ധാർമ്മികതയ്ക്ക് എതിരാണ് ഈ ഒരു പ്രവർത്തനം എന്നാണ് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ട് ബാക്കിയുള്ള മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരാത്തത്? ഏത് സംഘടനയിലെ മുസ്ലിങ്ങളായാലും അവർ എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഒരേപോലെയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നത് GCC കൺട്രീസിലാണ്. പ്രത്യേകിച്ച് നമ്മളെ റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കുന്ന ആ ഒരു സമയം, കൂടാതെ ഈദൊക്കെ ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളം വളരെ ഡിഫറൻ്റ് ആണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെയെങ്കിൽ ബെല്ലി ഡാൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഉരുത്തിരിച്ചു വന്നത് ഈജിപ്തിലാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് GCC കൺട്രീസിലും. അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പോയി കാണുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ബെല്ലി ഡാൻസ് എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ മുസ്ലിം കല്യാണത്തിനൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥാനവും ഭക്ഷണം കഴിക്കാൻ, അതുപോലെ പുരുഷന്മാർക്ക് പ്രത്യേക സ്ഥലമാണ് ഭക്ഷണം കഴിക്കാൻ. അവർ സ്ത്രീകളെയും പുരുഷന്മാരെയും ഇടപഴകി ഭക്ഷണത്തിന് ഇരുത്താറ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ടത് സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥലമാണ്. അവിടെ നമുക്ക് പ്രത്യേക മതവിഭാഗത്തിന് പ്രത്യേക പരിഗണനയൊന്നും നൽകാൻ സാധിക്കില്ല. അവിടെ ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് പഠിക്കുന്നുണ്ട്, മേ ബി ബുദ്ധിസം ഫോളോ ചെയ്യുന്നവർ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം മതം ഇല്ല എന്ന് പറഞ്ഞ് വരുന്ന ന്യൂ ജനറേഷൻ്റെ ആൾക്കാർ പഠിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെ എൻ്റെ മതത്തിന് ഇത് പറ്റില്ല, അതുകൊണ്ട് ഇതിന് ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുപോലെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും എല്ലാവർക്കും അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇത് വളർന്നു വരുന്ന തലമുറയാണ്, ചെറിയ കുട്ടികളാണ്. അവരുടെ മനസ്സിലേക്ക് മതവർഗീയത കുത്തി നിറക്കാതിരിക്കുക.